സാറിൻ്റെ ക്യാബിനിലേക്ക് സാറിൻ്റെ ദിയ മേഡമല്ലാതെ വേറൊരു ഫീമെയിൽ സ്റ്റാഫ് കയറിയിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണയാണ്. അവൾക്ക് പോലും നിന്നെ പോലെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒരു തമാശ പോലെ അമ്മു അവളെ നോക്കി പറഞ്ഞപ്പോൾ ആ അവസാനത്തെ വാക്കുകൾ വന്നു പതിച്ചത് അവളുടെ ഹൃദയത്തിലേക്കാണ്. ഈ കൃഷ്ണയാരാ? അത് ചോദിച്ചത് സനയായിരുന്നു. കൃഷ്ണ ഈ ഓഫീസിലെ ഒരു സ്റ്റാഫാണ്, ഞങ്ങളെ പോലെ. പക്ഷേ അവൾ പഠിച്ചത് അഭിസാറിൻ്റെ സ്പോൺസർഷിപ്പിലാണ്. അവൾക്കിവിടെ ജോലി കൊടുത്തതും അഭിസാർ നേരിട്ടാണ്. ഈ കൃഷ്ണ ആളെങ്ങനെയാ? ആ പുട്ടിഭൂതത്തിനെ പോലെയാണോ? സംശയത്തോടെ സന ചോദിച്ചതിന് ആരതി ഒന്ന് ചിരിച്ചു. അവൾ നാളെ വരുന്നുണ്ട്, അപ്പോൾ നേരിട്ട് പരിചയപ്പെടാലോ. ഓഫീസിലിരിക്കുമ്പോഴും ചിത്രയുടെ മനസ്സ് നിറയെ കൃഷ്ണയായിരുന്നു. കൃഷ്ണയെക്കുറിച്ച് അമ്മുവും ആദിയും പറഞ്ഞത് ഒന്നും അവൾക്ക് വിശ്വാസം വരാത്തതുപോലെ. അതിലപ്പുറം അഭിയും കൃഷ്ണയും തമ്മിൽ എന്തോ ഉള്ളതുപോലെ. അന്ന് മുഴുവൻ അവൾ ഫുൾ ഔട്ടായിരുന്നു. സന അത് ശ്രദ്ധിച്ചുവെങ്കിലും ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ചിത്രയും സനയും. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിലാണ് അവർക്ക് മുൻപിൽ ഒരു ബുള്ളറ്റ് വന്നു നിന്നത്. രണ്ടുപേരുടെയും ശ്രദ്ധ അതിലേക്ക് പോയതും ആ ബുള്ളറ്റിൽ നിന്ന് സന്ദീപ് പുറത്തേക്കിറങ്ങി. രണ്ടുപേരും നടന്നു പോകുവാണോ? ഞാനും വരാം, നിങ്ങൾക്കൊരു കമ്പനിക്ക്. ചിത്രയെ നോക്കി ഒരു വഷളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ബുള്ളറ്റിൽ നിന്ന് താഴേക്കിറങ്ങി. എന്നാൽ ഇതെല്ലാം കാണി ചിത്രയ്ക്കും സനയ്ക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അവരുടെ ഓഫീസിലെ മാനേജറാണ് സന്ദീപ്. ഓഫീസിലെല്ലാവരുടെയും മുൻപിൽ ആള് പെർഫെക്റ്റ് ആണ്. പക്ഷേ പുറത്താള് വെറും ഫ്രോഡും. സ്ത്രീകൾക്കാണ് ഇവനെ കൊണ്ട് ശല്യം. പക്ഷേ ഭയം കൊണ്ട് ആരുമൊന്നും ആരോടും പറയാറില്ല എന്ന് മാത്രം. വേണ്ട, ഞങ്ങൾ നടന്നു പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മറികടന്ന് സനയുടെ കൈ പിടിച്ച് ചിത്ര മുൻപോട്ട് നടന്നതും പ്രതീക്ഷിക്കാതെ അവൻ്റെ കൈ അവളുടെ കൈക്ക് മുകളിൽ പിടിമുറുക്കിയിരുന്നു. എന്താ ചിത്ര, എന്തിനാ ഇത്ര ചൂട്? അതോ ഇനി അഭിസാറിനെയും കിഷോർ സാറിനെയും മാത്രമേ പറ്റുകയുള്ളൂ? അവർ തരുന്നതൊക്കെ ഞാനും തരാന്നേ. വശ്യമായ ചിരിയോടെയുള്ള അവൻ്റെ സംസാരം കേൾക്കെ ചിത്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു, കണ്ണു നിറഞ്ഞു. അത് കാണി സന അവനെ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് റോഡ് സൈഡാണ് എന്ന് പോലും ഓർക്കാതെ ചിത്രയുടെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ചുറ്റുമുള്ളവരുടെ എല്ലാം ശ്രദ്ധ അവരിലേക്ക് പോയതും ആൾക്കൂട്ടത്തിനിടയിൽ സന്ദീപിനാകെ നാണം കെട്ടതുപോലെ തോന്നി. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. സത്യത്തിൽ അടിച്ചു കഴിഞ്ഞാണ് താൻ ചെയ്തതെന്താണെന്ന് ചിത്ര ഓർക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ധൈര്യത്തിൽ അടിച്ചുവെങ്കിലും ഇപ്പതോർക്കെ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങിയിരുന്നു. സന്ദീപിനെ നോക്കിയതും അടികൊണ്ട് കവളിൽ കൈവച്ച് അവളെ തന്നെ പകയോടെ നോക്കി നിൽക്കുവാണവൻ. ഇതിന് നീ അനുഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ കണ്ണിൽ പക മാത്രമായിരുന്നു. പക മാത്രം. അത് ചിത്രയിൽ ഭയം ജനിപ്പിച്ചു. ഹോസ്റ്റലിലെത്തിയതും ചിത്ര കുറച്ചു നേരം വെറുതെ ഇരുന്നു. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടേ അവൾക്ക് മറ്റൊന്നും ചെയ്യുകയുള്ളൂ. എന്നാൽ ഇന്ന് സന്ദീപ് പറഞ്ഞ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ താനൊരു മോശം സ്ത്രീ ആയതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചിത്രയുടെ തോളിൽ കൈയമർത്തിക്കൊണ്ട് സന വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ സനയെ കെട്ടിപ്പിടിച്ചു. തൻ്റെ കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ സനയ്ക്ക് മനസ്സിലാകുമായിരുന്നു അവളെ. കുറഞ്ഞ കാലയളവിൽ മറ്റാരേക്കാളും അവളെ മനസ്സിലാക്കിയവളാണ് സന. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് സന്ദീപ് ചിത്രയെ പകയോടെ ഒന്ന് നോക്കുമെന്നല്ലാതെ മറ്റ് ശല്യമൊന്നുമില്ല. അതുകൊണ്ട് അവരും അവനെ കാര്യമാക്കാതെ അവരുടെ ജോലി തുടർന്നു. പക്ഷേ തക്കം പാർത്തിരിക്കുന്ന കുറുക്കനാണ് സന്ദീപ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പിന്നെ ലീവ് കഴിഞ്ഞ് വന്ന കൃഷ്ണയെ ആദിയും അമ്മവും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആള് അവരെ പോലെ തന്നെ ഒരു പാവമാണ്, എന്നാൽ അത്യാവശ്യം ബോൾഡും. ഇപ്പം അവർ നല്ല കമ്പനിയാണ്. അടുത്ത ദിവസം ഓഫീസിൽ പോവാൻ ചിത്രയ്ക്ക് ചെറിയ മടിയുണ്ടായിരുന്നു. സനയ്ക്കാണെങ്കിൽ നല്ല പനിയാണ്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതുപോലെ. ചിത്ര കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. പിന്നെ ഓഫീസിൽ സന്ദീപ് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. ചിത്ര ലീവായാൽ അത് സന്ദീപിനെ പേടിച്ചതുപോലെയാകുമെന്ന് അവൾക്കുറപ്പാണ്. അതുകൊണ്ടാണ് ചിത്രയെ സന നിർബന്ധിച്ചു വിട്ടത്. ഓഫീസിലേക്ക് പോയി ക്യാബിനിലിരിക്കുമ്പോൾ ചിത്രയ്ക്ക് ഒന്നിനും ഒരു മൂടുണ്ടായില്ല. സന ഇല്ലാത്തത് തന്നെയായിരുന്നു കാരണം. പിന്നെ ആദിയും അമ്മുവും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ പകയോടെ നോക്കുന്ന സന്ദീപിനെ കണ്ടുവെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ
ചിത്ര തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. പെട്ടെന്നാണ് അവളെ അഭി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മു അവളുടെ അടുത്തേക്ക് വന്നത്. ആദ്യമായാണ് അവൾ അഭിയുടെ ക്യാബിനിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ അവൾക്കുണ്ട്. പോരാത്തതിന് അമ്മുവിൻ്റെ മുഖഭാവത്തിൽ നിന്ന് അത്ര നല്ല കാര്യമല്ല എന്ന് അവൾക്കുറപ്പായിരുന്നു. അഭിയുടെ ക്യാബിനിലേക്ക് പോകുമ്പോൾ ചിത്രയ്ക്ക് തൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. അന്ന് കണ്ടതിൽ പിന്നെ അവൾ അഭിയെ കണ്ടിട്ടില്ല. ഇതുവരെ അവനോട് നേരെ സംസാരിച്ചിട്ട് പോലുമില്ല. എന്നാൽ അഭിയുടെ ക്യാബിനിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നോക്കി കൗശലക്കാരനെ പോലെ ചിരിക്കുന്ന സന്ദീപിനെ അവൾ കണ്ടിരുന്നു. അതിൽ നിന്ന് തന്നെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അതുണ്ടായിരുന്ന അവളിൽ ഭയം കൂടിയതുപോലെ. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അവൾക്ക് ധൈര്യം കൊടുക്കുന്നത് സനയാണ്. എന്നാൽ ഇന്ന് താൻ തനിച്ചായതുപോലെ തോന്നി അവൾക്ക്. പിന്നെ എന്തും നേരിടണമെന്ന് കരുതി ധൈര്യം സംഭരിച്ച് അവൾ അവൻ്റെ ക്യാബിന് മുൻപിലേക്ക് പോയി. ഡോർ നോക്ക് ചെയ്യുന്നതിന് മുൻപ് ഒന്നാഞ്ഞ് ശ്വാസമെടുത്ത് തൻ്റെ ഉള്ളിലെ സംഘർഷം നിയന്ത്രിച്ചതിന് ശേഷം അവൾ ഡോറിൽ നോക്ക് ചെയ്തു. കമ്മിങ്. അകത്തുനിന്ന് അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ധൈര്യം സംഭരിച്ചുകൊണ്ട് ചിത്ര അവൻ്റെ ക്യാബിനകത്തേക്ക് കയറി. തൻ്റെ ചെയറിലിരുന്ന് മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫയലിലേക്ക് ദേഷ്യത്തോടെ നോക്കിയിരിക്കുവാണവൻ. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതും അല്പം ഭയത്തോടെ ചിത്ര അവനെ വിളിച്ചു. സർ. അവളുടെ ശബ്ദം കേട്ടതും അതുവരെ തൻ്റെ മുൻപിലുള്ള ഫയലിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അഭി ചിത്രയുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മുൻപിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ചിത്രയെ കണ്ടതും എവിടെ നിന്നോ അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തിൻ്റെ ആഴം കൂടി. നിമിഷ നേരം കൊണ്ട് തൻ്റെ കയ്യിലുള്ള ഫയലെടുത്ത് അവളുടെ അടുത്തേക്ക് പോയിരുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ അത് അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഭയന്നു. എന്നാൽ അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് അവൻ്റെ കൈകൾ പിടുത്തമിട്ടിരുന്നു. അവന് നേരെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അഭി. അതോടൊപ്പം അവൻ്റെ കൈയും അവളെ കൈ തണ്ടയിൽ മുറുകി. ആ വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെയാണോടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? അതുപോലും അറിയാതെയാണോ നീ ഇവിടെ ജോലിക്ക് കയറിയത്? തൻ്റെ ദേഷ്യം മുഴുവൻ കടപ്പല്ലിൽ ഞെരിച്ചമർത്തിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. എന്നാൽ അതേസമയം അവൻ്റെ ചുവന്നു നിൽക്കുന്ന കണ്ണുകൾ നോക്കി പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു ചിത്ര. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന അവൻ്റെ ആ രൂപത്തിൽ തൻ്റെ ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ തോന്നി അവൾക്ക്. അതേ നിമിഷം അവളിൽ നിന്ന് തൻ്റെ കൈയെടുത്ത് അവളെ നോക്കിക്കൊണ്ട് അവൻ രണ്ടടി പുറകിലേക്ക് വെച്ചു. അപ്പോഴും സങ്കടം കൊണ്ടും അവനോടുള്ള പേടി കൊണ്ടും തലതാഴ്ത്തി നിൽക്കുവാണവൾ. തലതാഴ്ത്തി നിൽക്കുന്നവളെ നോക്കി അവൻ ഒന്ന് ശ്വാസം ആഞ്ഞെടുത്തു. പിന്നെ തൻ്റെ ഷർട്ടിൻ്റെ 2 ബട്ടൺ അഴിച്ചിട്ട് ഒരു സിഗരറ്റ് എടുത്ത് വിൻഡോയുടെ അടുത്തേക്ക് പോയി. ആരോടൊക്കെയോ ഉള്ള ദേഷ്യം പോലെ അവൻ്റെ കയ്യിലുള്ള സിഗരറ്റ് പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും ആകെ ഭയന്ന് നിൽക്കുവാണ് ചിത്ര. കുറച്ചു നേരത്തിനു ശേഷം തൻ്റെ ദേഷ്യത്തിന് അല്പം ശമനം വന്നു എന്ന് തോന്നിയതും ആ സിഗരറ്റ് ആശ്രയിൽ കുത്തിക്കൊടുത്തിക്കൊണ്ട് അവൻ ചിത്രയുടെ അടുത്തേക്ക് പോയി. ഇന്ന് തന്നെ എനിക്ക് ഈ ഫയൽ കറക്റ്റ് ചെയ്ത് കിട്ടണം. അത് കറക്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിച്ചിട്ട് നീ പോയാൽ മതി. അതിന് എത്ര വൈകിയാലും. അവളോടൽപ്പം കടുപ്പിച്ച് തന്നെയാണ് അഭി പറഞ്ഞത്. ചിത്ര കാരണം അവനുണ്ടായ നഷ്ടം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. പറഞ്ഞു കഴിഞ്ഞാണ് അഭി തല ഉയർത്തി നോക്കിയത്. എന്നാൽ ഭയം കൊണ്ട് വിറയ്ക്കുന്ന അവളുടെ ശരീരവും ചുവന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും കണ്ടപ്പോഴാണ് അവൾ എത്രത്തോളം ഭയന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായത്. എന്തുകൊണ്ടോ തൻ്റെ മുൻപിൽ ഒരു പേടമാനിനെ പോലെ പേടിച്ചു നിൽക്കുന്നവളെ കാണി അവനെന്തോ അസ്വസ്ഥത തോന്നി. കണ്ണുകൾ അടച്ച് തിരിഞ്ഞു നിന്ന് അവൻ ശ്വാസമെടുത്തു. പിന്നെ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു, ഔട്ട്. അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദമുയർന്നതും നിലത്ത് വീണ ഫയലും എടുത്ത് വേഗം ക്യാബിൻ ഡോർ തുറന്ന് ചിത്ര പുറത്തേക്ക് പോയി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് ഇറങ്ങിയ ചിത്ര കാണുന്നത് അവളുടെ അടുത്തേക്ക് വരുന്ന ദിയയെയാണ്. ഒരു പുച്ഛത്തോടെ ചിത്രയുടെ അടുത്തേക്ക് നടന്ന് ദിയ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതന്നറിയാതെ അഭിസാറിൻ്റെ ദേഹത്ത് വീണതിന് മാത്രമല്ല, ഇനി ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് നിന്റെ പേര് ചേർത്ത് ആരും പറയാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. ഓർത്തു വെച്ചോ നീ. അത് പറയുമ്പോൾ ദിയയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഒരു തരം വാശിയായിരുന്നു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന വാശി. ദിയയെ തന്നെ പകച്ചുകൊണ്ട് നോക്കി നിൽക്കുവാണ് ചിത്ര. എന്നാൽ അപ്പോഴേക്കും ദിയ ചിത്രയുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ വീണ്ടും പറഞ്ഞു, അഭിമന്യു ദുർഗാദേവി എൻ്റെയാ, എൻ്റെ മാത്രം.
ആ പേര് പോലും ദിയയ്ക്ക് അവകാശപ്പെട്ടതാ, ദിയയ്ക്ക് മാത്രം. ചിത്രയെ നോക്കി അഹങ്കാരത്തോടെയാണ് ദിയ അത് പറഞ്ഞത്. അപ്പോഴും അവളുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചിത്ര. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ദിയ നടന്നുപോയി. എന്നാൽ പെട്ടെന്ന് ചിത്ര തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫയലുമായി അവളുടെ സീറ്റിലേക്ക് പോയി. കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നതും അവൾ തൻ്റെ കയ്യിലുള്ള ഫയൽ തുറന്നു നോക്കി. എന്നാൽ അതേസമയം അവളുടെ മുഖം സംശയത്താൽ ചുരുങ്ങി. അത് ചിത്ര തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടായിരുന്നില്ല. ആ റിപ്പോർട്ട് ആരോ മനഃപൂർവ്വം മാറ്റി പകരം മറ്റൊന്ന് വെച്ചതാണ്. ആദ്യം കിഷോർ സാറിനെ കാണാം എന്നാണ് വിചാരിച്ചത്. എന്നാൽ അപ്പോഴാണ് അവനിന്ന് ലീവാണല്ലോ എന്ന് ചിത്ര ഓർത്തത്. ചിത്ര ആദ്യം ആ റിപ്പോർട്ടുമായി അബിയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതി. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവസാനം രണ്ടും കൽപ്പിച്ച് നേരത്തെ തയ്യാറാക്കിയതുപോലെ ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചു. വാശിയോടെ എല്ലാം ഒന്നു മുതൽ ചെയ്യുമ്പോൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തനിക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമായ ദിയയുടെ മുഖമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഒപ്പം അവളെ പകയോടെ നോക്കുന്ന സന്ദീപിൻ്റെ ചിത്രവും. കൃത്യം 5 മണിയായതും സ്റ്റാഫ് ഓരോരുത്തരായി പുറത്തേക്ക് പോകാൻ തുടങ്ങി. അമ്മവും ആദിയും ചിത്രയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അതിനൊന്നും ചിത്ര അനുവദിച്ചില്ല. എത്ര സമയമായാലും ഇത് പൂർത്തിയാക്കിയിട്ടേ പോകൂ എന്ന് ചിത്ര ഉറപ്പിച്ചിരുന്നു. സമയം കടന്നു പോകുന്നത് പോലും അറിയാതെ ചിത്ര തൻ്റെ ജോലിയിൽ മുഴുകി. ഇതേ സമയം തൻ്റെ ക്യാബിനിലിരിക്കുവാണ് അബി. ലാബ് തുറന്നു വെച്ചിട്ടുണ്ട് എങ്കിലും ശ്രദ്ധ മറ്റെവിടെയോ ആണ്. 6 മണിയായിരുന്നു. മറ്റ് സ്റ്റാഫെല്ലാം പോയിട്ടും തൻ്റെ ക്യാബിൽ നിന്ന് പുറത്തു വരാത്ത അബിയെ നോക്കി നിൽക്കുവാണ് ദിയ. അവൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാമെന്നുണ്ടായിരുന്നുവെങ്കിലും അവനതൊന്നും ഇഷ്ടമല്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ തൻ്റെ ബാഗും എടുത്ത് പോയി. പോകുന്നതിനു മുൻപ് തൻ്റെ ജോലി തിരക്കിൽ ചക്രശ്വാസം വലിക്കുന്ന ചിത്രയെ ഒന്ന് നോക്കിയതിനു ശേഷമാണ് അവൾ പോയത്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ചിത്ര തൻ്റെ ജോലി ചെയ്ത് തീർക്കുന്ന തിരക്കിലാണ്. എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിയതിനു ശേഷം അവൾ തൻ്റെ കയ്യിലുള്ള ഫോണിൽ സമയം നോക്കി. രാത്രി 9 മണിയെന്ന് കണ്ടതും ചിത്ര ഒന്ന് നടുങ്ങിപ്പോയി. ഇത്ര നേരമായോ? പിന്നെ വേഗം ഫോണെടുത്ത് അവൾ അബിയുടെ ക്യാബിനിലേക്ക് പോയി. എന്നാൽ ഓഫീസാകെ ശൂന്യമാണ്. പിന്നെ സമയം ഇത്ര ആയതുകൊണ്ട് അവൻ പോയി കാണുമെന്ന് കരുതി അവൾ പുറത്തേക്ക് ഇറങ്ങി. എവിടെയും ആളും അനക്കവും ഒന്നുമില്ല. ആ നിശബ്ദത ചിത്രയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് അവൾ ലിഫ്റ്റിലേക്ക് കയറി. താഴെ എത്തിയപ്പോഴാണ് ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ കാണുന്നത്. അദ്ദേഹത്തെ ഒന്ന് നോക്കി ചിരിച്ചതിനു ശേഷം അവൾ പുറത്തേക്ക് നടന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പോരാത്തതിന് മഴ പെയ്തു തുടങ്ങി. എങ്ങനെയോ നടന്ന് വേഗം പതിവ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോഴേക്കും മഴ അതിൻ്റെ ഉഗ്രരൂപം പ്രാപിച്ചിരുന്നു. പിന്നെ ചിത്ര വേഗം മഴ നനയാതെ ഒരു സൈഡിലേക്ക് നിന്നു. ചിത്രയെ കൂടാതെ വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു. 2 സ്ത്രീകളും 3 പുരുഷന്മാരും. പിന്നെ സ്ത്രീകൾ പോയി ഒരു പുരുഷനും ചിത്രയും മാത്രമായി. തന്നെ വല്ലാത്ത ഭാവത്തിൽ ചൂഴ്ന്നു നോക്കുന്ന അയാളെ കാണി ചിത്രയിൽ ഭയം വന്ന് നിറയാൻ തുടങ്ങി. സമയം കടന്നു പോയിട്ടും ബസ്സൊന്നും വരാതായപ്പോൾ ചിത്രയ്ക്ക് ടെൻഷൻ കൂടി. പോരാത്തതിന് അയാളുടെ വൃത്തികെട്ട നോട്ടവും. വേഗം ഫോണെടുത്ത് സനയെ വിളിക്കാമെന്ന് കരുതിയെങ്കിലും ചാർജ് തീർന്ന് ഫോൺ ഓഫായിരുന്നു. അവൾ നിസ്സഹായതയോടെ ആ ഫോണിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒറ്റപ്പെട്ട പെണ്ണിൻ്റെ വേദന. പെട്ടെന്നാണ് അവളുടെ മുൻപിൽ ഒരു ബുള്ളറ്റ് വന്നു നിന്നത്. തല ഉയർത്തി നോക്കിയ ചിത്ര കാണുന്നത് അവളെ നോക്കി കുടിലതയോടെ ചിരിക്കുന്ന സന്ദീപിനെയാണ്. അവളുടെ ശ്വാസം നിന്നുപോയി. കണ്ണുകൾ നിറഞ്ഞു. എന്നാലും അവൾ തൻ്റെ ധൈര്യം വീണ്ടെടുത്തു. ഒരാശ്വാസത്തിനെന്ന പോലെ ചുറ്റും നോക്കിയപ്പോൾ അതുവരെ അവിടെ വന്നിരുന്ന ആള് പോലും ഇപ്പോൾ ഇല്ല എന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കി. ചിത്ര കയറ്, ഞാൻ ഹോസ്റ്റലിലാക്കാം. അവളെ നോക്കി ചിരിയോടെ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കുറുക്കനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞവൾ മാറി നിൽക്കുമ്പോൾ അതിനനുവദിക്കാതെ സന്ദീപ് അവളുടെ കൈ തണ്ട പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തിരുന്നു. ആളൊഴിഞ്ഞ ബസ് സ്റ്റാൻഡും നല്ല മഴയും. എന്നെ വിട്. സന്ദീപിനെ നോക്കി ദേഷ്യത്തോടെ ചിത്ര അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും സന്ദീപ് യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇതുപോലെ ഒരു അവസ്ഥയിൽ ചിത്രയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഒരുപാടങ്ങ് തിരക്കല്ലേ മോളെ, നിന്നെ പോലെ കുറേ എണ്ണത്തിനെ കണ്ടതാ ഞാൻ. എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നീ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ തരാം.
സാരിയിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന അവളുടെ ശരീരമൊത്തും ഒഴിഞ്ഞുകൊണ്ട് സന്ദീപ് പറഞ്ഞതും അവളുടെ ഇടത്തേക്കാൾ ശക്തിയിൽ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ആ സമയം അവനിൽ നിന്ന് അഴിഞ്ഞുപോയി അവളുടെ കൈ മോചിപ്പിച്ചുകൊണ്ട് ചിത്രം മുൻപോട്ട് ഓടുമ്പോൾ അവളുടെ 2 കണ്ണുകളും ആ മഴയെ പോലും വകവയ്ക്കാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ശരീരമാസകലം നനഞ്ഞു ശരീരത്തോട് പറ്റിക്കിടക്കുന്ന ആ സാരി ഒന്നുകൂടെ തന്നോട് ചേർത്ത് പുതച്ചുകൊണ്ട് അവൾ മുന്നോട്ടോടി. എടി! പ്രതീക്ഷിക്കാതെ അവളിൽ നിന്നേറ്റ പ്രഹരത്തിൽ ആദ്യം അവനൊന്ന് പകച്ചെങ്കിലും തന്നിൽ നിന്നും കുതറി മുന്നോട്ട് പോകുന്ന ചിത്രയെ നോക്കിക്കൊണ്ട് അവനും അവൾക്ക് പുറകെ പോയി.